പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയാം, ഗസയിൽ നിന്ന് ഏറ്റവും ലേറ്റസ്റ്റായ വിവരങ്ങളൊക്കെ നമുക്ക് തന്നുകൊണ്ടിരുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മുൻ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ എസ് സന്തോഷ് കുമാർ ആയിരുന്നു. ഗസയിലെ നാസർ ആശുപത്രിയിൽ ജോലി ചെയ്യായിരുന്നു അദ്ദേഹം. എന്തായാലും ഈ പുതിയ സാഹചര്യത്തിൽ യുദ്ധമൊക്കെ അവസാനിച്ചു എന്ന് കരുതി അദ്ദേഹം മടങ്ങി. അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം ഫോൺ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ നാട്ടിലെത്തി, പക്ഷേ വീണ്ടും തിരിച്ചു പോകാൻ സാധ്യത കൂടിയെന്ന് പറഞ്ഞു. കാര്യം അവിടെ ഗസയിൽ കാര്യങ്ങൾ പഴയതുപോലെയായി എന്നാണ് അദ്ദേഹം പറയുന്നത്. 10-20 ലക്ഷം ആളുകളേ ഉള്ളൂ. ആളുകൾ ഒരു കൂട്ടക്കൊലയിലൂടെ ആളുകളെ ചുരുക്കിക്കൊണ്ടുവരുന്നു. പ്രദേശവും ചുരുങ്ങി വരികയാണ്. അങ്ങനെ കാലക്രമേണ കൊണ്ട് എല്ലാ ആളുകളും ഇല്ലാതാകുന്ന ഒരു അവസ്ഥയുണ്ടായാലും അത്ഭുതമില്ല എന്ന് പറഞ്ഞാണ് ഡോക്ടർ സന്തോഷ് കുമാർ ഫോൺ കട്ട് ചെയ്തത്. അത് എൻ്റെ മനസ്സിൽ വന്നു. ഇനി ഗസയിലേക്കാണ്. സമാധാന കരാർ പ്രഖ്യാപിച്ചിട്ടും വെടിനിർത്തൽ സാധ്യമാകാതെ ഗസ. വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷം മാത്രം ഇസ്രായേൽ ആക്രമണത്തിൽ 97 പേർ കൊല്ലപ്പെട്ടു. ഈജിപ്തിലെ കെയ്റോ കേന്ദ്രീകരിച്ചുള്ള സമാധാന ശ്രമങ്ങൾ പക്ഷേ ഇപ്പോഴും തുടരുന്നുവെന്നാണ് മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒക്ടോബർ 10 വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിനു ശേഷം 80 തവണ ഇസ്രായേൽ വെടിനിർത്തൽ ലംഘിച്ചു. 97 പേർ മരിക്കുകയും 230 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. എന്നാൽ വെടിനിർത്തൽ പുനഃസ്ഥാപിക്കുമെന്നാണ് ഇസ്രായേൽ അറിയിക്കുന്നത്. വെടിനിർത്തൽ ഇപ്പോഴും പ്രാബല്യത്തിലാണെന്നും സമാധാന അന്തരീക്ഷം നിലനിർത്താനുള്ള ശ്രമം തുടരുമെന്നുമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. ഈജിപ്തിലെ കെയ്റോ കേന്ദ്രീകരിച്ച് ഇരുപക്ഷത്തെയും നേതാക്കൾ ഭാഗമാകുന്ന സമാധാന ചർച്ചകൾ പുരോഗമിക്കുകയാണ്. വെടിനിർത്തൽ ആദ്യം ലംഘിച്ചത് ഹമാസ് ആണ് എന്നായിരുന്നു ഇസ്രായേലിന്റെ വാദം. റഫാ അതിർത്തിക്ക് സമീപം ഇസ്രായേലി സൈന്യത്തിനു നേരെ ഹമാസ് വെടിയുതിർത്തതാണ് വീണ്ടും ആക്രമണം തുടങ്ങുന്നതിന് കാരണമായതെന്ന് ഇസ്രായേൽ പറയുന്നു. ഇസ്രായേലാണ് വെടിനിർത്തൽ ലംഘിച്ചത് എന്ന ആരോപണവുമായി ഹമാസും രംഗത്തെത്തി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 50-ലധികം പേർ ഗസയിൽ കൊല്ലപ്പെട്ടു. ഇതോടെ ആകെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 68,000 കടന്നു. ഇന്റർനാഷണൽ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.